ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് ബസ് റൂട്ടിൽ നിന്ന് 250 മീറ്റർ ഉള്ളിലായിട്ട് 4 മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയ നല്ല ലുക്കൊരു വീടാണ്. ഇതിൻ്റെ അകത്തെ കാഴ്ചകളാണ് കാഴ്ച. അടിപൊളി വീട് എന്ന് വെച്ചാൽ അടിപൊളി വീടാണ് ഇത്. അതുപോലെ തന്നെ ഈ വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയണേന് ഇതൊരു റിക്വസ്റ്റാണ്, എല്ലാവരും ലൈക്ക് അടിച്ച ശേഷം കാണണോട്ടാ. വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ തിരുവനന്തപുരം തുടങ്ങി മലപ്പുറം വരെ ഇപ്പോൾ 250ഓളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വീഡിയോ കണ്ട് വീട് വാങ്ങിക്കണവർക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനോ മറ്റ് ഫീസുകളൊന്നുമില്ല. വീടിൻ്റെ ഓണറോട് നേരിട്ട് നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റും. കണ്ട ഈ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണോട്ടാ. അകത്തെ കാഴ്ചകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ്. ഇത് ഇപ്പം ഈ കാണുന്ന ഷോവാളില്ലേ, ഇപ്പോൾ ഇത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കല്ല. ഇതാണ് നിങ്ങളുടെ കിണർ. കാരണം ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങളുടെ കിണർ വരും. നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. അത് ആ കിണർ വരെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തേക്കണാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ലൈക്ക് അടിക്കാനും. അത്യാവശ്യം സൈഡിൽ ഇത്തിരി കൃഷിയൊക്കെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇതാണ് സിറ്റ് ഔട്ട് കാർ പോർച്ചൊക്കെ. നിങ്ങളുടെ ലിവിങ് ഏരിയയിലോട്ട് നല്ല വിശാലമായൊരു ലിവിങ് ഏരിയയാണ് ഈ വീടിലുള്ളത്. അതും സീലിംഗ് വർക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ലിവിങ് ഏരിയയുടെ മൂലക്കായിട്ട് ഒരു കോർട്ട്യാർഡ് അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇൻറ്റീരിയൽ. ഇത് നിങ്ങൾ മുഴുവൻ കാണോടെ സ്കിപ്പ് ചെയ്യാണ്ട്. കാരണം ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങളും അത്രക്ക് അടിപൊളിയാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കിപ്പോൾ ഒരു വീടിൻ്റെ ഒരു ഇൻറ്റീരിയലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്കൊരു ഐഡിയ വരും. കാരണം എല്ലാ ഭാഗവും ഒരു ചെറിയൊരു മൈന്യൂട്ട് കാര്യം വരെ നോക്കി സെറ്റ് ചെയ്തേക്കണ. ഇതാണ് നിങ്ങളുടെ TV സ്പേസ്. ഇനി ഇവിടെ നിന്ന് നേരെയുള്ള ഇത് കണ്ട നിങ്ങളുടെ ഡൈനിങ് ഹാളാണിത്. ഇവിടെ ഒരു ഓപ്പൺ ഡോർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനും ഇതൊക്കെ ആയിട്ട് എല്ലാത്തിനും ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട് ഈ വീടിന്. നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലാണ് ഈ വീട് സെറ്റ് ചെയ്തേക്കണം. ഇവിടെ വെള്ളവും അങ്ങനെ ഫ്ലഡ് എഫക്റ്റുള്ള സ്ഥലമൊന്നും അല്ല കേട്ടോ. നിങ്ങളുടെ ഈ വാഷ് കൗണ്ടറിൻ്റെ നോക്കിയേ നല്ല ലുക്കല്ലേ. സിമ്പിളായിട്ട് നല്ല ലുക്കിലാണ് നമ്മൾ തേക്കണം. ഒരു VIP സെറ്റപ്പ് അല്ല, ഒരു എക്സിക്യൂട്ടീവ് സെറ്റപ്പ്. നിങ്ങൾക്ക് കിച്ചണാണെങ്കിലുള്ള ഓപ്പൺ കിച്ചണാണ്. അടിപൊളി ഒരു കിച്ചൺ. നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിച്ചൺ. അത് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ് ഇതിന് കൊടുത്തേക്കണം. ഇനി നിങ്ങളുടെ സ്റ്റെയർ കേസ് കണ്ട നല്ല സിമ്പിളായിട്ടുള്ളൊരു സ്റ്റെയർ കേസ്, എന്നാൽ നല്ല ലുക്കുമാണ്. ബെഡ്റൂമിൻ്റെ ഒക്കെ വലിപ്പം കണ്ട. ഇതാണ് താഴത്തെ നിലയില നിങ്ങളെ ബെഡ്റൂം. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. നല്ല സ്പേസ് ഉണ്ട്. ഇനി ഇതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഡ്രസ്സിങ് കബോർഡ് അത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ഡ്രസ്സിങ് കബോർഡ്. നല്ല അടിപൊളി ഒരു ബാത്റൂം കണ്ട. നല്ല വലിപ്പമുള്ള നല്ലൊരു ബാത്റൂം. ഇത് നമുക്ക് ഇവിടുന്ന് നേരെ മുകളിലോട്ടല്ല. ഇത് 1650 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്. നല്ല ലുക്ക് ഇൻറ്റീരിയലാണ് ഇത് ചെയ്തേക്കണം. സിമ്പിളും കാണാൻ നല്ല ഭംഗിയുള്ളൊരു സെറ്റപ്പും. നമുക്ക് മോളിച്ചുണ്ട്. മോളിലും ഇതേപോലെ തന്നെയാണ്. മോളിലും ഒന്നിനൊന്ന് വെറൈറ്റിയാണ്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇത് സ്റ്റെയർ കേസും അത് ഇവിടെ ഫ്ലോറൊക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ കൊടുത്തേക്കണം. ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു റീഡിങ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ വരുന്നത് 2 ബെഡ്റൂം പിന്നെ ഒരു ഓപ്പൺ സ്പേസും കൂടിയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് വാഷിംഗ് മെഷീനൊക്കെ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. തുണിയൊക്കെ ഉണക്കാനിടാനും കാര്യങ്ങൾക്കൊക്കെ അവിടെ നമുക്ക് സൗകര്യമുണ്ട്. ഇനി നമുക്ക് ഒരേ ബെഡ്റൂമായിട്ട് കാണാം. ബെഡ്റൂം എല്ലാം നല്ല വലിപ്പമുള്ളതാണ്. ചെറുതൊന്നുമല്ല, ഇടുങ്ങിയ ബെഡ്റൂമും കാര്യങ്ങളൊന്നുമല്ല. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിന് മൊത്തത്തിൽ കൊടുത്തേക്കണം. എല്ലാത്തിനും കബോർഡും കാര്യങ്ങളൊക്കെ അതും സെറ്റ് ചെയ്യുന്നുണ്ട്. ബാത്റൂം അതേപോലെ തന്നെ എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് എല്ലാം ചെയ്തേക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നമുക്ക് ഫ്രണ്ട് ബാൽക്കണിയിലോട്ടൊരു ഓപ്പൺ സ്പേസ് അതും കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഒരു വലിയൊരു കബോർഡും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ്
ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് തുണിയൊക്കെ ഉണക്കാനിടാനുള്ള സെറ്റപ്പ് അതൊക്കെ ഉണ്ട്. ഈ വീട് സ്ഥിതി ചെയ്യണത് എറണാകുളം പുക്കാട്ടുപടിയുണ്ട, കാക്കനാട് അടുത്ത് പുക്കാട്ടുപടിയിലാണ് സ്ഥിതി ചെയ്യണം. മെയിൻ റോഡിൽ നിന്ന് ഒരു 250 മീറ്റർ അകത്തോട്ട് കയറി ടാർ റോഡ് ഫ്രണ്ടേജ്, അതായത് 4 മീറ്റർ ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 82 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇവിടേക്ക് ഇഷ്ടം പോലെ വീട് വരുന്നുണ്ട്. ഇത് നല്ല പൊക്ക പ്രദേശമാണ്, വെള്ളക്കെട്ടും കാര്യങ്ങളുള്ള പ്രദേശമൊന്നും അല്ലത്, നല്ല ഏരിയയാണ്. കണ്ട ടാറാണ്, നേരെ കാണാണ് ബസ് റൂട്ടാണ് കാണുക. കണ്ട ലാസ്റ്റ് കാണുന്നത് ബസ് റൂട്ടാണ്. അവിടെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെയാണ് ഈ വീട്. ഇവിടെ ഇഷ്ടം പോലെ വീടുകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.